ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ രാവിലെ ഒരിടം വരെ പോയി. എവിടെയാണല്ലേ? ഇവിടെയാണ് ഞാൻ പോയത്. ഇതൊരു അമ്പലമാണ്. ഈ അമ്പലത്തിലൊരു സീക്രട്ട് ഉണ്ട്. അത് ഞാൻ പുറകാലെ കാണിക്കാം. ഇത് ഭദ്രകാളിയുടെ ക്ഷേത്രമാണ്. എന്ത് ഭംഗിയാണ് കാണാനല്ലേ? ഈ അമ്പലത്തിന് ചുറ്റുമുള്ള ഇടമാണ് ഇതൊക്കെ. നിറയെ തെറ്റിപ്പൂക്കളും കൊണ്ട് നിറഞ്ഞാണ്. ഈ അമ്പലത്തിൻ്റെ 3 സൈഡും വയലുകളാണ്. ഇതാ നോക്കിയേ, അമ്പലത്തിൻ്റെ ചുറ്റാണിത്. അമ്പലത്തിൻ്റെ ചുറ്റും ഫുള്ള് ചെടികളാണ്. നിറയെ തെറ്റിപ്പൂക്കളാണുള്ളത്. അപ്പോഴാണ് ഞങ്ങൾ ഓർത്തത് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാമല്ലോ എന്ന്. അങ്ങനെ ഞങ്ങൾ സെൽഫി എടുക്കാനുള്ള തയ്യാറിലായി. താമരപ്പൂവും ഉണ്ട്. താമരപ്പൂ എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ ഈ തെറ്റിയോട് ചേർന്ന് നിന്നിട്ട് 2-3 ഫോട്ടോ അങ്ങോട്ട് പാസ്സാക്കി. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ഒരിടത്തോട്ടാണ് പോകുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. സീക്രട്ടാണ്. അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശവും ഞാൻ കാണിച്ചു തരാം. ചേച്ചി പറയുന്നുണ്ട് എന്നെ വീഡിയോ എടുക്കല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആൾ ഓടി അവിടുന്ന്. അപ്പോഴാണ് ഞാൻ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം കാണിക്കാമെന്ന് വെച്ചത്. അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം നിങ്ങൾ കണ്ടോളൂ. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം. ദേവി വയലിൻ്റെ സൈഡിലോട്ട് നോക്കിയിട്ടുകൊണ്ടാണ് ഇരിക്കുന്ന ദർശനം. ഇതാണ് അമ്പലത്തിൻ്റെ കുളമാണ്. ഞാൻ പയ്യെ നമ്മുടെ പഴയ സിനിമയിലൊക്കെ നടക്കുന്ന പോലെ പയ്യെ നടന്ന് കുളത്തിലോട്ട് ഇറങ്ങുന്നുണ്ട്. കുളത്തിൻ്റെ സൈഡിൽ നിന്നിട്ട് ആ വയൽ ഫുള്ള് താമരയാണ്. താമരപ്പാടാണ് ഫുള്ള്. അമ്പലത്തിൻ്റെ 3 സൈഡിലും വയലുകളാണ്. ആ വയൽ ഫുള്ള് താമരയാണ്. പക്ഷേ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. കാരണം ഏപ്രിൽ പൂത്ത താമരയാണ്. അത് ഇത്രയും ദിവസം അവിടെ നിന്നെന്നുള്ളതാണ്. പക്ഷേ വയലിൻ്റെ സൈഡിലൊക്കെ നിന്ന് എല്ലാം ആരൊക്കെയോ പറിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ നടുക്ക് ഫുള്ള് ഇതുപോലെ താമരകളാണ്. നല്ല ഭംഗിയാണ് കാണാൻ. ഒരുപാട് ഫോട്ടോഷൂട്ടുകൾ നടക്കുന്നുണ്ട് അവിടെ. ഒരുപാട് പേര് വന്ന് ഫോട്ടോഷൂട്ടും എടുക്കുന്നുണ്ട്. ഇത് കണ്ടത്തിൻ്റെ നടുക്കൂടെ ഞങ്ങൾ പയ്യെ നടന്നു. കണ്ടത്തിൻ്റെ നടുക്കൂടെ വരമ്പുണ്ട്. വരമ്പെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല. വരമ്പുണ്ട്. അടുത്ത് കൊണ്ടിത് കാണിക്കാൻ പറ്റി. ഇതാണ് താമര. താമര എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇത്രയും ഭംഗിയായിട്ട് നിൽക്കുന്ന കാണാൻ ഭയങ്കര രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പറിക്കാനൊക്കെ നോക്കി. പക്ഷെ പറിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ കുറേ നേരം നോക്കി നിന്ന്. എന്ത് ചെയ്യാൻ, പറിക്കാൻ ഒരെണ്ണം പോലും പറ്റിയില്ലല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞു, എൻ്റെ പുറകിന് പോകാൻ, എൻ്റെ ഒരു വീഡിയോ എടുത്തു തരാൻ പറഞ്ഞു. അങ്ങനെ ചേച്ചി എൻ്റെ കൂടെ പുറകിന് വന്നു. അങ്ങനെ വീഡിയോ എടുത്തു തന്നു. ഈ കാണുന്ന എല്ലാം ഏതാണ്ട് അവിടെ എല്ലാം കാണുന്ന എല്ലാം താമരപ്പാടമാണ്. ഏതാണ്ട് തെറ്റി വീഴലെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. കാരണം ഫോണിൽ നോക്കിയിട്ട് വന്ന് തെറ്റി വീണ് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ചെളിയാവും. അതുകൊണ്ട് നോക്കി വരാനൊക്കെ ഞാൻ പറയുന്നുണ്ട്. എടുത്തു കഴിഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞു, വായോ, എൻ്റെ പുറകിന് തന്നെ വായോ. എന്നിട്ട് ഞാൻ പയ്യെ ഫോണ് ചേച്ചിയുടെ കയ്യിൽ നിന്ന് എൻ്റെ കയ്യിലോട്ട് വാങ്ങി. എന്നിട്ട് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് വീഡിയോ എടുക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞാനത് എൻ്റെ ഫോൺ കയ്യിൽ വാങ്ങിയിട്ട് ഞാൻ താമരയുടെ ശരിക്കും കറക്റ്റ് ഷോട്ട് എനിക്ക് എടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കണ്ടോ, എന്ത് ഭംഗിയാണല്ലേ. പക്ഷേ ഒരെണ്ണം പോലും ഞങ്ങൾക്ക് കിട്ടാൻ വലിയ പ്രയാസമായിരുന്നു. ലാസ്റ്റിൽ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിന്ന് നോക്കി. കാരണം ഇവിടെ ഒരുപാട് കുരികളും പണ്ട് ഒരുപാട് മരണങ്ങളൊക്കെ നടന്ന ഏരിയയാണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ ഇറങ്ങാൻ പറ്റുമോ ഒന്നും അറിയാതെ ഞങ്ങൾ കുറച്ച് നേരം നോക്കി നിന്നു. എന്നിട്ട് ഞങ്ങൾ പയ്യെ പോകാനുള്ള തയ്യാറെടുപ്പായി. അപ്പോഴാണ് ഞാൻ പറഞ്ഞ, ചേച്ചി നമുക്ക് എന്തായാലും വന്നേലും ഒരു താമരെങ്കിലും പറിക്കാതെ എങ്ങനെയാണ് പോകുന്നത്? നോക്കി അവിടെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ടോ? അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഒരു ചേട്ടൻ വന്ന് താമര പറിക്കുന്നുണ്ടോ. അങ്ങനെ ആ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഞങ്ങൾക്ക് ഒരു താമര പറിച്ച് തരുമോ? അങ്ങനെ താമര കിട്ടി. ചേച്ചി ആ സന്തോഷത്തിൽ ചേച്ചി ഓടിച്ചാടി പോകുന്നുണ്ട്. പുറകിന് ഞാനും ക്യാമറ ആയിട്ടുണ്ട്. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം.